ഛത്തീസ്ഗഡിൽ നിയമം കാറ്റിൽ പറത്തിയുള്ള മതപരിവർത്തനത്തിനെതിരെ വനവാസികൾ പ്രക്ഷോഭത്തിലേക്ക്. മതപരിവർത്തന മാഫിയയ്ക്ക് ഗ്രാമങ്ങളിലേക്ക് പ്രവേശനമില്ലെന്ന് ഇവർ ഗ്രാമാതിർത്തികളിൽ ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അടുത്ത അസംബ്ലി സെഷനിൽ മതപരിവർത്തന നിരോധന നിയമവ്യവസ്ഥകൾ കടുപ്പിക്കുന്ന ബിൽ അവതരിപ്പിക്കാൻ ഇവർ അവകാശപ്പെടും. വിവരങ്ങളുമായി ഛത്തീസ്ഗഡിൽ നിന്നും എസ് ശ്രീകാന്താണ് ഈ ഘട്ടത്തിൽ ചേരുന്നത്. നമുക്കറിയാം, നിലവിൽ 2 കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് അടിസ്ഥാനപരമായ കാരണം തന്നെ ഒന്ന് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, 2 മനുഷ്യക്കടത്ത് ആ വിഷയത്തിൽ ആരോപിക്കപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ വനവാസി സമൂഹം, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമെന്നത് അവിടെ വനവാസികൾ ബഹുഭൂരിപക്ഷമായി വരുന്ന വനങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. അതിനാൽ അവിടേക്ക് മതപരിവർത്തന ലോബികളെ ഒരു കാരണവശാലും പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാട് ഇപ്പോൾ വനവാസി സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. കാരണം വനവാസി സമൂഹത്തിലേക്ക് ഇരച്ചെത്തുന്ന മിഷണറി സംഘങ്ങൾ വലിയ തോതിൽ ആളുകളെ മതം മാറ്റുകയും പിന്നീട് തദ്ദേശീയരായ വനവാസികളും മതം മാറിയവരും തമ്മിലുള്ള സംഘർഷങ്ങൾ ഛത്തീസ്ഗഡിൻ്റെ പല മേഖലകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ അത്തരം സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശ്രീകാന്ത് ഛത്തീസ്ഗഡിൽ നിന്ന് തന്നെ ചേരുകയാണ്. ശ്രീകാന്ത്, ഈ മതപരിവർത്തന ലോബികൾ വനവാസി മേഖലകളിലേക്ക് കടന്നു ചെല്ലുകയും പിന്നീട് അവരെ മതം മാറ്റുകയും അതൊടുവിൽ വലിയ സംഘർഷങ്ങളിലേക്ക് മാറുകയും ഒക്കെ ചെയ്ത ചരിത്രം അത് ഛത്തീസ്ഗഡിൽ മാത്രമല്ല, ഒഡീഷയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും നമ്മുടെ കേരളത്തിലുമൊക്കെ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനാൽ അടിസ്ഥാനപരമായ പ്രശ്നം നിർബന്ധിത മതപരിവർത്തനമാണ്. ഇപ്പോൾ വനവാസി സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ മതപരിവർത്തന ലോബിയെ തടയും എന്നാണോ വ്യക്തമാക്കുന്നത്? ഗൗതം, ഒരു ചെറിയ അപ്ഡേഷൻ കൂടി നൽകിക്കൊണ്ട് നമുക്ക് അതിലേക്ക് പോകാം. അതായത് ഈ ജയിലിൽ തുടരുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇപ്പോൾ ബിലാസ്പൂർ NIA കോടതിയിൽ ഫയൽ ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതെങ്കിലും കാരണവശാൽ കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടാൽ അത് ഉച്ചയ്ക്ക് ഈ റിപ്പോർട്ട് കോടതിയിലേക്ക് എത്തിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം നടക്കുന്നത്. ഇന്നോ നാളെയോ എങ്ങനെയെങ്കിലും ജാമ്യം ഒപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഇതിൽ മനുഷ്യക്കടത്ത് ആരോപിക്കപ്പെട്ടതിനാൽ തന്നെ കഴിഞ്ഞ ദിവസം ഈ ജാമ്യം കിട്ടുന്നതിന് വേണ്ടി ഈ പെൺകുട്ടിയുടെ മൊഴി മാറ്റിച്ചിരുന്നു. പെൺകുട്ടി അനുകൂലമായി മൊഴി നൽകാൻ തയ്യാറായിട്ടുണ്ട്. ഇതിനോടകം മാധ്യമങ്ങളോടക്കം ഈ അനുകൂലമായ മൊഴി പെൺകുട്ടി നൽകിയിട്ടുമുണ്ട്. അതിന് പിന്നിൽ വലിയ തോതിൽ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. ഇല്ലെങ്കിൽ ജാമ്യം കിട്ടില്ല. ഇനി ഗൗതം ചോദിച്ച കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, അതിവ്യാപകമായ മതപരിവർത്തനം ഈ ഛത്തീസ്ഗഡിൽ ഈ ട്രൈബൽ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ ഭാഗമായി ഈ പ്രതിഷേധങ്ങളും പല ഭാഗങ്ങളിലും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് തന്നെ മതപരിവർത്തനവും അതോടൊപ്പം തന്നെ മനുഷ്യക്കടത്തും ആരോപിച്ചാണ്. അതിൽ പോലീസ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് തങ്ങൾക്ക് അതിൻ്റെ തെളിവുകളുണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് ആളെ എത്തിച്ച് നൽകിയ സുകുമൻ മാണ്ഡവി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അയാൾ ഇതിനു മുൻപും 150ഓളം പെൺകുട്ടികളെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയ ആളാണ് എന്ന വിവരം കൂടി ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് ഇത് ആസൂത്രിതം തന്നെയാണ് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ ഇതാ വീണ്ടും ഈ ആദിവാസി വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നും വനവാസി വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്നും ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരികയാണ്. ഈ കേരളത്തിൽ നിന്നുള്ള മിഷണറി സംഘത്തിനെതിരെ അവരവിടെ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ തയ്യാറെടുക്കുന്നു. അതിൻ്റെ ആദ്യ പടിയെന്ന നിലയിൽ മഹാപഞ്ചായത്തുകൾ വിളിച്ചു ചേർക്കുകയാണ് ഗ്രാമാന്തരങ്ങളിൽ, ഈ ബസ്തർ മേഖലയിലെ. ഒപ്പം തന്നെ ഈ ഗ്രാമ അതിർത്തികളിൽ കൊണ്ടുവന്ന് ബോർഡ് സ്ഥാപിക്കുന്നുണ്ട്. അതായത് ഇവിടേക്ക് മിഷണറിമാർക്ക് പ്രവേശനമില്ല, മതപരിവർത്തന സംഘങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് പ്രവേശനമില്ല. ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് വിജി തമ്പി തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. വിജി തമ്പി, ഛത്തീസ്ഗഡിൽ നിന്നുള്ള വാർത്തകൾ കേരളത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇപ്പോൾ ശ്രീകാന്ത്, ഞങ്ങളുടെ പ്രതിനിധി, കഴിഞ്ഞ ഒരാഴ്ചയായി ഛത്തീസ്ഗഡിലുണ്ട്. ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഛത്തീസ്ഗഡിലെ വനവാസി മേഖലകളിലേക്ക് ഇനി മിഷണറിമാരെ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള പരസ്യമായ ബോർഡുകൾ വനാതിർത്തികളിൽ ഉയരുന്നു എന്നതാണ് ഇപ്പോൾ ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് വനവാസി സമൂഹം പറയുന്നത് ഈ മിഷണറി പ്രവർത്തകരാണ് വളരെ ബോധപൂർവമായി അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ പ്രതീക്ഷിച്ചതാണ്. കാര്യം, ഒരു നിയമപരമായ ഒരു വിഷയത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു, കോടതിയിൽ ഹാജരാക്കി, കോടതിയെ റിമാൻഡ് ചെയ്തു, അല്ലെങ്കിൽ നിയമപരമായ രീതിയിൽ പോകേണ്ട ഒരു കാര്യത്തെ ഇത്രയും വഷളാക്കിയത് കേരളത്തിലെ രാഷ്ട്രീയക്കാരും ചില പ്രത്യേക താല്പര്യക്കാരും ചില മതാധ്യക്ഷന്മാരുമാണ്. ചില മതാധ്യക്ഷന്മാർ പറയുന്നത് കേട്ടു, ഈ ബജറംഗ് ദൾ എന്ന് പറയുന്നതിന് വളരെ മോശമായ രീതിയിൽ തിരിച്ചു, കുരങ്ങ് ഗ്രൂപ്പ് എന്ന് വരെ പറയുന്നത് കേട്ടു. ആലോചിച്ച് നോക്കിയേ, ബജറംഗ് ദൾ എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും അത് ഹിന്ദു സുരക്ഷയ്ക്ക് വേണ്ടി
സേവ, സുരക്ഷ, സംസ്കാർ എന്ന 3 വിഷയങ്ങളെ അടിസ്ഥാനമാക്കി വിശ്വഹിന്ദു പരിഷത്ത് രൂപീകരിച്ച വിശ്വഹിന്ദു പരിഷത്തിന്റെ യുവജന വിഭാഗമാണ് ബജറംഗ് ദൾ. അവരൊരിക്കലും ഒരു തെറ്റിന് പോവുകയോ ഒന്നും ചെയ്യില്ല. ഇന്നിപ്പോ വേറൊരു ചാനൽ ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നു ബജറംഗ് ദൾ ഏതൊരു കുട്ടിയെ അടിച്ച് ഭീഷണിപ്പെടുത്തി മൊഴി പറയിച്ചതാണെന്ന്. ഇതൊക്കെ ഇനി നാളെ തെളിയിക്കപ്പെടേണ്ടതാണ്. ഇതിൽ ഏതാണ് സത്യം ഏതാണ് കള്ളം എന്നൊക്കെ നമുക്ക് നിയമപരമായ രീതിയിൽ തെളിയിക്കപ്പെടേണ്ടതാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു 3 കുട്ടികൾ പറഞ്ഞത് ആ 3 കുട്ടികൾ മാത്രമല്ല, അതിന് മുമ്പ് 10-20 പേരോളം അവിടുന്ന് പോയി എന്ന് പറയുന്നു. അപ്പൊ ഇവരെങ്ങോട്ട് പോയി, എന്തിനു പോയി, എന്ത് കാര്യത്തിന് ഇവരെ കൊണ്ടുപോയി? അതെല്ലാം വിഷയമല്ലേ, ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളില്ലേ? അപ്പൊ അതുപോലെ തന്നെ കേരളത്തിൽ ഇവിടുന്ന് പല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് ഇറക്കിയില്ലേ? അന്ന് ഇവിടെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തില്ലേ? അപ്പൊ ഇതെല്ലാം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. ഇപ്പൊ എന്ത് പറ്റി? അവിടെ വളരെ വലിയ പ്രതിഷേധത്തിലേക്ക് വന്നിരിക്കുന്നു. ആ വിഷയങ്ങളൊക്കെ നശിപ്പിച്ചത് ഇവിടുത്തെ ആൾക്കാരില്ലേ? ഇപ്പം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അവർ കാണിച്ചിരിക്കുന്ന സത്യം അവരെ ന്യായീകരിക്കേണ്ടതല്ലേ? കാര്യം വനവാസി സമൂഹത്തിന്റെ ഇടയിലേക്കാണല്ലോ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാ ഛത്തീസ്ഗഡ് എടുക്കുന്നത്? നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്താ? കേരളത്തിലെ മലയോര ഗ്രാമങ്ങളിലെല്ലാം പല രീതിയിലുള്ള പ്രീണനങ്ങൾ നടത്തിയല്ലേ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനും മലയോര ഗ്രാമങ്ങൾ മാത്രം, നമ്മുടെ മറ്റു സ്ഥലത്ത് ഇപ്പൊ ചാലക്കുടിയിൽ ജനം TV തന്നെ പുറത്തുവിട്ടൊരു വീഡിയോ ഉണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. ചാലക്കുടിയിൽ അവിടുത്തെ ഡിവൈൻ ധ്യാന കേന്ദ്രം 52 വീടുകൾ വെച്ച് കൊടുത്തിട്ട് അവിടെ ആൾക്കാരെ താമസിപ്പിച്ച് അവരെ മതം മാറ്റാൻ ശ്രമിച്ചു. അതിൽ ഒരു വീട്ടുകാർ വളരെ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പം അതിനെ പോലീസുകാരെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി അവരുടെ വീഡിയോ തന്നെ വരുന്നുണ്ട്. അപ്പം ഇത് വളരെ വ്യാപകമായ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ആ എതിർക്കപ്പെടേണ്ടതിനെ അതിനെ അനുകൂലിച്ചുകൊണ്ട് ആൾക്കാർ പുറത്തു വന്നപ്പോൾ അവർ കുറച്ചുകൂടെ അവരുടെ മാനസികമായി. അത് മാത്രമല്ല, ഇതിൽ വളരെ രസകരമായ ചില സംഭവങ്ങളുണ്ട്. ഈ കേരളത്തിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഛത്തീസ്ഗഡിലെ നേതാക്കൾ ഈ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടുന്നില്ല. ഛത്തീസ്ഗഡ് നമുക്കറിയാം കോൺഗ്രസിന് അത്ര സ്വാധീനമില്ലാത്ത സ്ഥലമൊന്നുമല്ല. ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ അധികാരത്തിലിരുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. 2018 മുതൽ 23 അവസാനം വരെയുള്ള കാലത്ത് ഭൂപേഷ് ബാഗൽ അവിടെ മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ കമാന്നൊരക്ഷരം ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കൾ മിണ്ടുന്നില്ല എന്ന കാര്യം കൂടി നമ്മൾ എടുത്തു കാണേണ്ടതല്ലേ? സംബന്ധിച്ചോളം കോൺഗ്രസിന് ഒരു വളരെ ശക്തിയുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇപ്പൊ തന്നെ അവർക്ക് 35 MLA മാരുണ്ടല്ലോ അവിടെ. 35 MLA മാർ കോൺഗ്രസിനുണ്ട്. ഈ ഭൂപാലോ ഏതെങ്കിലും ഒരു MLA ഏതെങ്കിലും കോൺഗ്രസ് നേതാവോ എന്തിന് ഒരു പ്രാദേശിക നേതാവെങ്കിലും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടോ? ഇവിടെ കിടന്ന് കുരയ്ക്കുന്നതല്ലാതെ അവിടെ പോയിട്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അവിടുത്തെ ആൾക്കാർക്ക് അറിയാം, ഇതിന്റെ ഒരു ഗ്രാവിറ്റി അറിയാം, ഇതിന്റെ വിഷയം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഛത്തീസ്ഗഡ് പോലെ വളരെ ഒരു നക്സൽ ബാധിത കേന്ദ്രം, അല്ലെങ്കിൽ ഒരുപാട് ആദിവാസി സമൂഹങ്ങൾ ജീവിക്കുന്ന ഒരു നാട്, ആ നാട്ടിൽ മതപരിവർത്തനം, നിർബന്ധപൂർവ്വമുള്ള മതപരിവർത്തനം നിയമം മൂലം തടഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വളരെ സെൻസിറ്റീവ് അല്ലേ, വളരെ സെൻസിറ്റീവാണ്, ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരവസ്ഥയിലുള്ള ഒരു നാട്ടിൽ പോയിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു. സത്യമാണോ കള്ളമാണോ എന്നൊക്കെ ഇനിയും നിയമവും കോടതിയൊക്കെ തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ അതിലൊന്നും കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന വിഷയത്തിൽ നമ്മൾ ആ കാര്യങ്ങൾ പറയുന്നതിന് തെറ്റാണ്. പലരിലൂടെ പറയുന്നത് കേട്ടു അവർ നിരപരാധികളാണ്, അവർ കുറ്റം ചെയ്തിട്ടില്ല. അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്നെങ്ങനെ എനിക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ എങ്ങനെ പറയാൻ പറ്റും? കുറ്റവാളിയാണോ ഇല്ലയോ എന്നുള്ളത് കോടതിയും നിയമവും അല്ലേ തീരുമാനിക്കേണ്ടത്. അതിനു മുമ്പ് അവർ കുറ്റം ചെയ്തിട്ടില്ല, അവരുടെ മേൽ മനഃപൂർവ്വമായിട്ട് അടിച്ചു വെച്ചതാണെന്ന് ചില മറ്റ് പാർട്ടികളുടെ നേതാക്കളിലൂടെ പറയുന്നത് കേട്ടു. തെറ്റല്ലേ അത്? ആ തെറ്റല്ലേ? അതുപോലെ ബജറംഗ് ദൾ ഏതാണെന്ന് പോലും അറിയില്ല എന്ന് പോലും ചിലർ പറഞ്ഞു. അത് ആരാണെന്ന് പോലും അറിയില്ല. അങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല. പക്ഷേ ഇവിടെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് കരുതി വിട്ടിരുന്നെങ്കിൽ ഇത് ഇത്രയും വഷളാവില്ലായിരുന്നു. ഇതിനു മുമ്പ് 2011 അവിടെ 5 പാതിരിമാരെയാണ് അറസ്റ്റ് ചെയ്തത്. അവർ ഏകദേശം 1 വർഷത്തോളം അവിടെ ജയിലിൽ കിടന്നു. അപ്പോഴൊന്നും ഈ പ്രശ്നം ഉണ്ടായില്ലല്ലോ. അപ്പൊ ആ നിയമത്തിന്റെ വഴിക്ക് പോയി അവരെ സ്വാഭാവികമായ രീതിയിൽ അവർക്ക് ജാമ്യം കിട്ടി. ആ കേസ് കഴിഞ്ഞില്ലെന്ന് എനിക്കറിയില്ല. എന്തായാലും അതുപോലെ ഇതും സ്വാഭാവികമായ രീതിയിൽ മുമ്പോട്ട് പോയേനെ. പക്ഷെ ഇതിനെ ഇത്രയും വഷളാക്കിയത് പൊളിറ്റിക്കൽ പാർട്ടീസാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ. അവരെ സംബന്ധിച്ചോളം അവർക്ക് ഒരിക്കലും ഇവർ പുറത്തു വരരുതെന്നാണ് ആഗ്രഹം. ഛത്തീസ്ഗഡിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദം അത് കേരളത്തിൽ കൂടുതൽ വഷളാക്കിയത് കേരളത്തിലെ ഇടത് വലത് മുന്നണികളാണ് എന്നാണ് VHP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ഇപ്പോൾ ജനം TVയോട് പ്രതികരിച്ചത്. ശ്രീകാന്ത് ഛത്തീസ്ഗഡിൽ നിന്നും തുടരുകയാണ്. ശ്രീകാന്ത്, നിലവിൽ മതപരിവർത്തന നിയമത്തിനെതിരെ നിയമമുള്ള ഒരു സംസ്ഥാനമാണല്ലോ ഛത്തീസ്ഗഡ്. ഏതാണ്ട് 65 കാലഘട്ടത്തിൽ അവിടെ നിയമം വന്നിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് 2000 പുതിയ സംസ്ഥാനമായി ഛത്തീസ്ഗഡ് രൂപപ്പെടുമ്പോൾ അന്നത് മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്നു 65 കാലഘട്ടങ്ങളിൽ. പിന്നീട് 2000 ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്നീ 3 സംസ്ഥാനങ്ങൾ AB വാജ്പേയിയുടെ കാലത്ത് പിറവിയെടുക്കുകയാണ്. അതിനാൽ ഇപ്പോൾ അവിടെയുള്ള നിയമം, മതപരിവർത്തനത്തിനെതിരെയുള്ള നിയമം, അത് അപ്രാപ്യമാണോ? അതുകൊണ്ടാണോ ഈ വരാൻ പോകുന്ന നിയമസഭയുടെ സെക്ഷനിൽ തന്നെ
അടിയന്തരമായി മതപരിവർത്തനത്തെ പ്രതിരോധിക്കുന്ന അതിശക്തമായൊരു നിയമം വേണം എന്ന നിലപാടിലേക്ക് ഇപ്പോൾ വനവാസി സമൂഹം എത്തിച്ചേരുന്നത്? ഗൗതം, 1968 കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് ഛത്തീസ്ഗഡിൽ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട അത് നിരോധിച്ചുകൊണ്ടുള്ള നിയമം കൊണ്ടുവരുന്നത്. അത് രാജ്യവ്യാപകമായി പല സംസ്ഥാനങ്ങളിലും നടപ്പാക്കിയപ്പോഴാണ് ഛത്തീസ്ഗഡിലും എത്തുന്നത്. അന്ന് ഛത്തീസ്ഗഡില്ല, മധ്യപ്രദേശാണ്. പക്ഷേ അതിനുശേഷം ഈ ഛത്തീസ്ഗഡ് രൂപം കൊണ്ടു. അപ്പോഴും ഈ മതപരിവർത്തന നിരോധന നിയമം അത്ര കാഠിന്യമേറിയത് ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ വനവാസി സമൂഹം ആവശ്യപ്പെടുന്ന, അതും കേരളത്തിൽ നിന്നുള്ള മിഷണറി സംഘത്തിൻ്റെ പ്രവർത്തനമാണ്, ഈ പ്രദേശത്ത് ഈ ഛത്തീസ്ഗഡ് ബസ്തർ മേഖലയിലൊക്കെ തന്നെ നക്സൽ ബാധിത മേഖലയിൽ സർക്കാരിന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത, ഒരു സെൻസസ് പോലും എടുക്കാൻ കഴിയാത്ത മേഖലയിലേക്ക് ഇവരെങ്ങനെ മതപരിവർത്തനവുമായി ചെല്ലുന്നു, അവർക്ക് നക്സലുകൾക്കിടയിൽ എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ മതപരിവർത്തന നിരോധന നിയമം ഇവിടെയുള്ളത് കാഠിന്യം പോരാ എന്നാണ് ഇപ്പോൾ വനവാസി സമൂഹം പറയുന്നത്. അവർ പറയുന്നത് 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന തരത്തിൽ ഇത് വീണ്ടും പരിഷ്കരിക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി വിജയ് ശർമ്മ പറഞ്ഞത് അടുത്ത അസംബ്ലി സെഷനിൽ ഇത് അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നുകൂടിയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ ഈ ഒരു വിഭാഗം മാധ്യമങ്ങളും മതമേലധ്യക്ഷന്മാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വിചാരിച്ചതുകൊണ്ട് ഛത്തീസ്ഗഡിൽ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു, ഇവിടുത്തെ മതപരിവർത്തന നിരോധന നിയമം കൂടുതൽ ശക്തമാകാൻ പോകുന്നു. മാത്രമല്ല ആദിവാസി ഊരുകളിൽ പ്രക്ഷോഭം തുടങ്ങുന്നു. അവിടെ മഹാപഞ്ചായത്തുകൾ വിളിച്ചിരിക്കുന്നു, അവിടെ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അതായത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയാണ് ഈ വിഷയത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ഇതിനു മുൻപും ഇവിടെ മതപരിവർത്തനം നടന്നിട്ടുണ്ട്, അറസ്റ്റുകൾ നടന്നിട്ടുണ്ട്, ജയിലിലിട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഈ കളി ഇവിടുത്തെ മലയാളികൾക്കാകെ തിരിച്ചടിയാവുകയാണ്. ഇവിടുത്തെ സ്വന്തം മതത്തിൽ വിശ്വസിച്ച് ഇവിടെ ജീവിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് അത് തിരിച്ചടിയാവുകയാണ്. എന്തായാലും ആദിവാസി സമൂഹം ഒറ്റക്കെട്ടായി ഇറങ്ങിയാൽ ഈ ബസ്തർ പോലെയുള്ള വനവാസി മേഖലകൾ, ആദിവാസി മേഖലകൾ കലാപകലുഷിതമാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതിനോടകം അവർ ഇതിനെതിരെ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഏറ്റവും പുതിയ വാർത്തകളാണ് പുറത്തുവിടുന്നത്. ഒരു വശത്ത് ഇവരെ പിന്തുണയ്ക്കാനും ഒരു വശത്ത് ഈ മതപരിവർത്തനത്തിനും മനുഷ്യക്കടത്തിനും പിന്തുണ നൽകാനും കേരളത്തിൽ നിന്നുള്ള ആളുകൾ എത്തുമ്പോൾ ഛത്തീസ്ഗഡിൽ അതിനെതിരായ വികാരം കനക്കുകയാണ്. BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടില്ലെന്ന് നടിക്കാനും ആകില്ല.